ഇറാനെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇത് ബുദ്ധിപരമായ നീക്കമാണോ എന്ന് ചോദിച്ചാൽ ഇത് ഒട്ടും ബുദ്ധിപരമായ നീക്കമേ അല്ല നെതന്യാഹുവിനെ സംബന്ധിച്ച്. കാരണം അങ്ങനൊരു സ്പൈറലിംഗ് വാർ വന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രോക്സികളൊക്കെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്നതൊന്നുമല്ല, അതൊരു ലോക യുദ്ധത്തിലേക്ക് തന്നെ പോകും. ഞാൻ മുമ്പൂടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ യുദ്ധം 2024 തീരില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതൽ സ്പൈറലിംഗ് ആയിക്കൊണ്ടിരിക്കാൻ പോവാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉള്ളത് ഇറാനാണ്. ഇപ്പോൾ ഇറാൻ്റെ അവസ്ഥ നോക്കുക. 2020 ജോ ബൈഡൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇറാനുമായി ന്യൂക്ലിയർ ഡീൽ പുനരാരംഭിക്കും എന്ന് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇറാൻ്റെ തന്നെ ഫാദർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ, ഇറാൻ്റെ ഫാദർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ അതായത് മുഹ്സിൻ ഫക്രിസാദ് അയാളെ കൊല്ലുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് മറ്റേ ഒരു റിമോട്ട് ഗൺ ഉപയോഗിച്ചിട്ടാണ് കൊല്ലുന്നത്. അവരുടെ ടെറിട്ടറിയിൽ തന്നെ കൊല്ലുകയാണ് ചെയ്യുന്നത്, ഇറാൻ്റെ ടെറിട്ടറിയിൽ കിടന്നില്ല. അതിലും എത്രയോ ഗൗരവമുള്ള സംഭവമാണ് അവരുടെ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിൻ്റെ ചടങ്ങിൽ അവരുടെ ഒരു ഡെലിഗേറ്റായിട്ട് വരുന്ന ഹമാസിൻ്റെ നേതാവിനെ അവരുടെ ടെറിട്ടറിയിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചാണ് ഇത് എംബറാസ്മെൻറ്റ്. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരേ സമയം അമേരിക്കയോട് രാഷ്ട്രീയമായും ഇസ്രായേലിനോട് ഒരു പ്രോക്സി വാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഒന്ന് ആലോചിക്കുക, നൗഫൽ തന്നെ ആലോചിച്ച് നോക്കുക, പുറത്തു വന്ന വാർത്തകൾ. ഐസിസ് ഭീകരാക്രമണം നടത്തി അവർ 100 പേരെ കൊല്ലുന്നു, അവരുടെ സൈനിക കമാൻഡറെ പലയിടത്ത് വധിക്കുന്നു. അവരുടെ പ്രസിഡന്റ് കഴിഞ്ഞ മെയിലാണല്ലോ മരിച്ചത്, ഹെലികോപ്റ്റർ. ആ പ്രസിഡന്റിൻ്റെ കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നത് ഇസ്രായേലിൻ്റെ അസാസിനേഷൻ ആണെന്നാണ്. അത് ഇറാൻ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വിചാരിക്കുന്നത് അത് ഇറാൻ്റെ അസാസിനേഷനാണ്, അത് വെറുതെ ഇസ്രായേലിൻ്റെ അസാസിനേഷനാണെന്നാണ്. അത് അങ്ങനെ വിശ്വസിക്കുന്ന ധാരാളം ഇറാനികൾ ഇറാനിലുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ഇത് അവരുടെ ഒരു ഡെലിഗേറ്റിനെ അവരുടെ ടെറിട്ടറിയിൽ കൊല്ലുവാണ്. അതും അദ്ദേഹം താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് പാലസിനോട് ചേർന്നൊരു ഓഫീസ് കെട്ടിടമാണ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ഇറാൻ്റെ ഇൻറ്റേർണൽ അപ്പാരറ്റസിൽ മൊസാദിന് സ്വാധീനമുണ്ടെന്നാണ്. എങ്ങനെയാണ് ഇസ്മായിൽ അനി അവിടെ താമസിക്കുന്നുള്ള ഇസ്രായേൽ അറിയുന്നു? അങ്ങനെയുണ്ടല്ലോ, മൊബൈലിൻ്റെ GPS ഉപയോഗിച്ച് ഇസ്രായേൽ കണ്ടെത്തിയതാണോ? അല്ലല്ലോ. അതായത് മൊസാദിന് ഇറാനകത്ത് സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒന്നാണ്. അത് അവരെ സംബന്ധിച്ച് നാണക്കേടാണ്. ഇപ്പോൾ നേരത്തെ അവർ വീമ്പളക്കാരനായിരുന്നു, മൊസാദിൻ്റെ സ്വാധീനങ്ങൾ ഞങ്ങൾ ഇല്ലാതാക്കി, ഞങ്ങളിപ്പോൾ സുരക്ഷിതരാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ നിരന്തരം അവരുടെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നു, അവരുടെ അതിഥിയായി എത്തുന്ന ഒരാൾ അതിനകത്ത് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് അവരുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ എളുപ്പം ബ്രീച്ച് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഇസ്രായേലിനെ എന്ന് വരികയാണ്. അപ്പോൾ ഇത് ഒരു വലിയ നാണക്കേട് അതിനകത്തുണ്ടാക്കുന്നുണ്ട്. ആ നാണക്കേട് ഏറ്റവും കൂടുതൽ വരിക ഈ ഹനിയ താമസിച്ചിരുന്ന പാലസിൻ്റെ പുറത്ത് കാവൽ നിന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മിലിറ്ററി അപ്പാരറ്റസിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വിഭാഗമാണ്. അവർ നേരിട്ടാണ് ഇദ്ദേഹത്തിന് സുരക്ഷ കൊടുത്തിട്ടുള്ളത്. അവരിതിനെന്ത് മറുപടി പറയും? അപ്പോൾ ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ കാലുഷ്യങ്ങൾക്ക് ഈ ഒരു സംഭവം വഴിവെക്കും. IRGS ഉൾപ്പെടെയുള്ള ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഉൾപ്പെടെയുള്ള അവർ ഇതിന് മറുപടി പറയേണ്ടി വരും. ഇനി ഈ നാണക്കേട് മറികടക്കാൻ ഒരുപക്ഷെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിനേക്കാൾ വലിയ നാണക്കേടാണിത്. ഇത് മറികടക്കാൻ ഇനി എന്താണ് ഇറാൻ ചെയ്യാൻ പോവുക? ഇറാനെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുക എന്നുള്ള ഈ പ്രോക്സി വാർ ശക്തമാക്കുക എന്നുള്ളതാണ്. ഒരു വശത്ത് ഹിസ്ബുള്ളയുടെ ഒരു പ്രധാനിയെ കൊന്നു കഴിഞ്ഞു, ഇവിടെ ഇത് കൊന്നു കഴിഞ്ഞു. ഈ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് മേൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇറാൻ ഈ നാണക്കേട് മറികടക്കാനുള്ള മാർഗ്ഗം. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്, അമേരിക്കയുടെ ഒരു ബാക്ക് സപ്പോർട്ടോട് വേണം അവർ യുദ്ധം ചെയ്യുക. ഇപ്പോൾ ഇറാൻ കളത്തിലേക്ക് നേരിട്ട് ഇറങ്ങുന്നില്ല. ഇനി പ്രോക്സി വാർ എന്നെ ശക്തിയാക്കിയാൽ പോലും ഒരു പക്ഷേ വരുന്ന അമേരിക്കൻ ഇലക്ഷൻ കഴിഞ്ഞ് ആരാണ് വരുന്നത്? ട്രംപ് വരാനാണ് കൂടുതൽ സാധ്യത. ട്രംപ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സപ്പോർട്ട് അവർക്ക് കിട്ടും. ഇനി കമലാ ഹാരിസിൻ്റെ നയം മാറ്റുക എന്നുള്ള ഇസ്രായേലിൻ്റെ വേറെ ലക്ഷ്യമായിരിക്കും. എങ്കിൽ പോലും അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു യുദ്ധം അല്ലാതെ, നമ്മൾ ഇതുവരെ കണ്ട യുദ്ധമായിരിക്കില്ല. ഇതുവരെ നമ്മളൊരു പ്രോക്സി വാർ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഇപ്പോൾ ഹിസ്ബുള്ളയാവട്ടെ, ഹൂത്തികളാകട്ടെ, ഇറാൻ തന്നെയുമാകട്ടെ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ലഘുവായ ആക്രമണമാണ് ഇസ്രായേലിൻ്റെ മേൽ നടത്തിയിട്ടുള്ളത്. ഇസ്രായേലിന് ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അവർക്ക് ഫൈറ്റർ ജെറ്റുകളുണ്ട്, മറ്റു പലതരത്തിലുള്ള മിലിറ്ററി ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ടെങ്കിൽ പോലും ആർമി, അതായത് ഗ്രൗണ്ടിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആർമിയുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പ്സിൻ്റെയും എണ്ണം എടുക്കുമ്പോൾ ഇസ്രായേൽ അത്ര ഇല്ല. അങ്ങനെ ഒരു യുദ്ധം വന്നാൽ ഇസ്രായേലിനെ എത്ര നാൾ പിടിച്ചേക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ആശങ്കയുള്ളവരാണ് ഇസ്രായേൽ മിലിറ്ററി, IDF. അത് നെതന്യാഹു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, പക്ഷേ IDF അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത്തരം ഒരു ലാർജ് സ്കെയിൽ യുദ്ധത്തിലേക്ക് പോയാൽ ഇസ്രായേലിന് എത്ര നാൾ നിൽക്കാൻ കഴിയും? ഇപ്പോൾ കുറേ പോയിട്ട് ഇപ്പോൾ ലെബനാനിലും ഇറാനിൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലൊക്കെ പോയി ബോംബിടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ എത്ര നിലനിൽക്കും? പിടിച്ചു കാണുമല്ലോ. അപ്പോൾ അത്തരമൊരു വാറിലേക്ക് പോകാനുള്ളൊരു ഇൻറ്റൻഷൻ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു ചെയ്തത്. ഈ നെതന്യാഹു ചെയ്തതിനെ
ട്വിറ്ററിൽ ഒരാൾ വിശേഷിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഒരു ഇസ്രായേലി തന്നെയാണ്. ഈ സൗത്ത് ആഫ്രിക്കയിലെ അപ്പാർത്തൈഡ് ഭരണകൂടം ഉണ്ടല്ലോ, 48 മുതൽ 93 വരെ നിലനിന്ന ആ വർണ്ണവിവേചന ഭരണകൂടം, വെള്ളക്കാരുടെ ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ അവസാന കാലത്ത് അവർ ഇങ്ങനെയായിരുന്നു പെരുമാറുന്നതാണ് പറയാം. അവർ അങ്കോളയിൽ പോയിട്ട് സർക്കാരിനെ അട്ടിമറിക്കുന്നു, നമീബിയയിൽ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരുന്നു, അങ്ങനെ സമീപ രാജ്യങ്ങളിലെല്ലാം പോയിട്ട് കുഴപ്പമുണ്ടാകുന്നു, അങ്ങനെ ആ സർക്കാർ അസ്തമിക്കുന്നു. അതിനോടാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നവർ. ഇത് ഒരു ഒരു രാജ്യം, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന ഒരു രാജ്യമായിരിക്കെ ഇത്രയും ഗൗരവമുള്ള, ഇതിപ്പോൾ ഇയാളെ കൊല്ലണമെങ്കിൽ, ഇപ്പോൾ ഹനിയെ കൊല്ലണമെങ്കിൽ അവർക്ക് ദോഹയിലാവാമായിരുന്നു. പക്ഷേ ഇറാനിൽ എന്തുകൊണ്ട് പോയി കൊല്ലുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനം. അദ്ദേഹം പല സ്ഥലത്തും യാത്ര ചെയ്യുന്ന ആൾ, ചൈനയിൽ ബീജിങ്ങിൽ വന്നിരുന്നു, ബീജിങ്ങിൽ വന്നു പോയ ആളാണ്, ബീജിങ്ങിൽ പോകാറുണ്ട്, റഷ്യയിൽ പോകാറുണ്ട്, ആളൊരു ഡിപ്ലോമാറ്റാണ്. അപ്പോൾ അയാൾ എവിടെയെങ്കിലും പോയിട്ട് കൊല്ലാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇറാനിൽ കൊന്നു ചോദിച്ചാൽ അതൊരു ഇറാനെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇറാൻ്റെ പ്രസിഡൻറ്റിനെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നമാണ് ഹനിയ ഇറാനിലിരിക്കെ ഹനിയെ കൊല്ലുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബുദ്ധിപരമായ നീക്കമാണോ എന്ന് ചോദിച്ചാൽ ഇത് ഒട്ടും ബുദ്ധിപരമായ നീക്കമേ അല്ല നെതന്യാഹുവിനെ സംബന്ധിച്ച്. കാരണം അങ്ങനൊരു സ്പൈറലിംഗ് വാർ വന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രോക്സികളൊക്കെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഇതൊന്നുമല്ല, അതൊരു ലോക യുദ്ധത്തിലേക്ക് തന്നെ പോകും. കാരണം ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ പോകും, ഇറാനൊക്കെ ഡയറക്റ്റ് ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ആര് ജയിക്കും, ഇറാൻ ജയിക്കും, ഇസ്രായേൽ ജയിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയല്ല എൻ്റെ പ്രശ്നം. ആര് ജയിക്കും എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂപടങ്ങൾ മാറ്റി വരയ്ക്കപ്പെടും, പുതിയ രാജ്യങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഇല്ലാതാകും. അത് ഏത് രാജ്യം നമുക്ക് പറയാൻ കഴിയില്ല. ഭൂപടങ്ങൾ മാറ്റി വരയ്ക്കപ്പെടുന്ന ഒരു യുദ്ധമാണ് ഇനി വരാൻ പോകുന്നത്.